ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി ടി വി സീരീസിൻ്റെ സീസൺ 1 അകത്തിലെ 23ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ നെസ്കോ ആണെങ്കിൽ ആ ഹാഷറയുടെ കൈ മുറിച്ച് ആ ബ്ലഡ് കണ്ടുകൊണ്ട് ഇപ്പൊ കുടിക്കുവടാന്ന് പറഞ്ഞ് വായിൽ നിന്ന് വെള്ളം ഊറി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് മനസ്സിലാവാണ് ഇങ്ങനെ പോയാൽ നമ്മുടെ നെസ്കോ ആ ബ്ലഡ് കുടിക്കുമെന്ന്. പക്ഷെ നമ്മുടെ താൻജറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ പാമ്പ് ചുറ്റിയ ആ ഹാഷർ നമ്മുടെ താൻജറോനെ ലോക്ക് ചെയ്ത് വെച്ചെങ്കിലും നമ്മുടെ നെസ്കോനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ ഹാഷറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ട ആ പാമ്പ് ചുറ്റിയ ഹാഷർ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കടന്ന് തുതിക്കുന്നത്, നിനക്കൊരിക്കലും എൻ്റെ ഇത് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ഫുൾ ഫോഴ്സ് അതിൽ കൊടുത്ത് നെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഷിനുബു നമ്മുടെ താൻജറോട് പറയുകയാണ്, നീ ഒരിക്കലും നിന്റെ ബ്രീത്തിങ് ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നീ ഇനിയും ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്താൽ നീ ഇവിടെ വെച്ച് മരിച്ചു പോകും, നിന്റെ 2 ലെഗ്സും അടിച്ചു പോകും. ഇതേ സമയത്ത് തന്നെ അപ്പുറത്ത് നല്ല രീതിയിൽ ഫാഷനൊക്കെ ചെയ്യുന്ന ആ ഹാഷറ പറയുകയാണ്, ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വേറൊരു ഹാഷറ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണ് കാണാത്ത ഹാഷറയാണ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ താൻജറോ ആണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മുടെ താൻജറോ എങ്ങനെയെങ്കിലും അവൻ്റെ അനിയത്തിയായിട്ടുള്ള നെസ്കോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലി കയറിയ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറങ്ങ് പൊടിച്ചു കളയുകയാണ്. ഇതേ സമയത്ത് തന്നെ അവൻ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ജിയോ വന്നിട്ട് ഈ ഹാഷറുടെ കൈ അങ്ങ് മാറ്റുവാണ്. നീ ഇനി അവൻ്റെ മേണ്ടയ്ക്ക് കൈ വെച്ചാൽ നിന്റെ 2 കൈ ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറയുകയാണ്. നമ്മുടെ ജിയോ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ഓടി പോവുകയാണ്. എന്നിട്ട് നെസ്കോൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഹേ നെസ്കോ, നീ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നീ ആ ചോര കുടിക്കരുതെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോ കുറച്ച് നാൾ മുമ്പ് നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജിയോ നമ്മുടെ നെസ്കോനെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അനിയത്തി ഒരു ഡീമനാന്ന് പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കാം, പക്ഷേ എൻ്റെ അനിയത്തി ഒരിക്കലും ഒരു മനുഷ്യരെ ഉപദ്രവിക്കത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല നമ്മുടെ നെസ്കോ ആണെങ്കിൽ കൊച്ചിലെ നമ്മുടെ താൻജറോയുടെ കൂടെ കളിച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ഹാഷറയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, എനിക്കൊന്നും നിന്റെ ബ്ലഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് മുഖം തിരിഞ്ഞ് നിൽക്കുവാണ്. നമ്മുടെ എല്ലാവരും തന്നെ ഞെട്ടി നിൽക്കുവാണ്. കാരണം ഒരു ഡീമനാണെങ്കിൽ ബ്ലഡ് വേണമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് എല്ലാവരും ഞെട്ടിയിരിക്കുന്നത്. ഹാഷറാസും മാസ്റ്ററും എല്ലാവരും ഒന്ന് ഞെട്ടി തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മാസ്റ്ററിന് മനസ്സിലാവുന്നില്ല. ഇതേ സമയം തന്നെ മാസ്റ്റർ കുട്ടികളോട് ചോദിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഡീമൻ ബ്ലഡ് കുടിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ പോലെ തന്നെ തല തിരിഞ്ഞ് നിൽക്കുവാണ്. എനിക്കൊന്നും നിന്റെ ബ്ലഡ് വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡീമൻ അങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ, നെസ്കോ എന്ന് പറയുന്നത് ഒരു സാധാരണ ഡീമൻ അല്ല, അവർ വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരു ഡീമനാണ്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ താൻജറോടും കൂടെ പറയുകയാണ്, ഇപ്പോഴും ഹാഷറാസിനൊന്നും വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ വേണം കാണിച്ചു കൊടുക്കാൻ ഈ നമ്മുടെ നെസ്കോ ഒരു സാധാരണ ഡീമൻ അല്ലെന്നുള്ള കാര്യം നീ വേണം ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ മാസ്റ്റർ നമ്മുടെ താൻജറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ അങ്ങ് കുനിഞ്ഞെടുത്തിട്ട് ചിന്തിക്കുവാണ്, ഞാൻ എന്തിനെങ്കിലും മാസ്റ്ററിനെ ബഹുമാനിക്കുന്നത്. അതുമാത്രമല്ല എനിക്ക് ഈ മാസ്റ്ററിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവനാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എന്നെയും കൊണ്ട് മാസ്റ്ററിന് എന്തോ ആവശ്യമുണ്ട്. അതുമാത്രമല്ല എനിക്ക് ഈ മാസ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ ബഹുമാനിക്കാനും തോന്നുന്നെന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. ബഹുമാനമൊക്കെ കൊള്ളാം, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. 12th സിസിയിലുള്ള മൂസാൻ്റെ എല്ലാ ഡീമൻസിനെ നീ കൊന്നിട്ട് ഇവരുടെ മുന്നിൽ നീ ആരാന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് ആ മാസ്റ്റർ നമ്മുടെ താൻജറോയോട്. ഇതൊക്കെ കേട്ട നമ്മുടെ താൻജറോ പറയുകയാണ്, മാസ്റ്റർ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, ഞാൻ എല്ലാ 12th സിസിയിലുള്ള ഡീമൻസിനെ കൊല്ലുന്നതാണ്. 12th സിസിയിലെ ഡീമൻസിനെ മാത്രമല്ല ഞാൻ ആ മൂസാനെ തന്നെ അങ്ങ് ഇല്ലാതാക്കിയേക്കാമെന്ന്. ഇതൊക്കെ കേട്ട മാസ്റ്റർ പറയുകയാണ്, നീ അത്രയും വലിയ ആഗ്രഹത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, നീ ആദ്യം 12th സിസിയിലെ ഡീമൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, പിന്നെ നീ മൂസാനെയൊക്കെ കൊല്ലാമെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. വലിയ കോൺഫിഡൻസ് കാണിച്ചതാണ്. ഇപ്പം അവിടെയുള്ള എല്ലാ ഹാഷറാസും അതുപോലെ തന്നെ മാസ്റ്റേഴ്സും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവനോട് 12th സിസിയിലെ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇവനെയും ഹാഷറ ടീമിലോട്ട് ചേർക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവനോട് പറഞ്ഞ ഉടനെ തന്നെ ഇവൻ മൂസാൻ ഗിബിക് സുജിയെ തന്നെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിൽ കയറി പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ സ്കിൽസും അതുപോലെ തന്നെ നിന്റെ സ്ട്രെങ്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിനക്ക് റാങ്ക് ഒക്കെ തരാൻ പോകുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ മാസ്റ്റർ നമ്മുടെ താൻജറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ പറയുകയാണ്, താൻജറോ നീ ഇവിടെയുള്ള എല്ലാ ഹാഷറാസിനെ നല്ല രീതിയിൽ ബഹുമാനിക്കണം, കാരണം അവരത് അംഗീകരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹാഷറാസിനോട് ഈ സെയിം സംഭവം തന്നെ പറയുകയാണ്, നിങ്ങൾ നമ്മുടെ താൻജറോനെയും അതുപോലെ തന്നെ നെസ്കോനെയും നല്ല രീതിയിൽ നോക്കണം. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ഹാഷറ പറയുകയാണ്, ശരി മാസ്റ്റർ എന്നൊക്കെ. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ നെസ്കോയ്ക്ക് വളരെയധികം ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മാറട്ടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാണെന്ന് പറഞ്ഞുള്ള ദേഷ്യത്തിലാണ് നമ്മുടെ നെസ്കോ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ
നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് പോകാമെന്ന് മാസ്റ്റർ താൻജിറോയോട് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിൻബു ചോദിക്കുകയാണ്, നമ്മുടെ താൻജിറോയ്ക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ ബട്ടർഫ്ലൈ ഹൗസിൽ കൊണ്ട് ഞാൻ ഇവരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊള്ളാം എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻജിറോ ഇല്ലാതായി പോവാണ്. ഞാൻ ഇനി ഇത് സഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജിറോ മാസ്റ്റർ പറയുകയാണ്, ഓക്കെ ശരി, അവൻ അടുത്ത മിഷൻ വരുന്നിടം വരെ നീ നല്ല രീതിയിൽ ഇവന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പറയുകയാണ് നമ്മുടെ മാസ്റ്റർ. ഇതേ സമയം തന്നെ നമ്മുടെ ഷിൻബുവിൻ്റെ അസിസ്റ്റന്റ്മാർ വന്നിട്ട് നമ്മുടെ താൻജിറോനെ പൊക്കിയെടുത്തുകൊണ്ട് ഓടുകയാണ്. പക്ഷേ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് നമ്മുടെ താൻജിറോ വരികയാണ്. താരോട്ടൊക്കെ വീഴുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്കൊരുത്തരം പ്രതികാരം ചെയ്യണം. എൻ്റെ അനിയത്തി ഇവൻ 2 തവണ കുത്തി, അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും വേഗം ഇവനെ അടിച്ച് കൊല്ലണം. അതുകൊണ്ട് മാസ്റ്റർ ഒന്ന് എന്നെ ഇവനെ അടിക്കണം എന്നൊക്കെ പറയാണ്. ഇതേ സമയം തന്നെ പുറകെ ഇരിക്കുന്ന 2 ഡീമൺ സ്ലേയേഴ്സ് പറയണം, നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്, നീ പറയുന്നത് ആരോടാണെന്ന് നിനക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഈ ഹാഷറിനെ അടിക്കണം, എനിക്ക് അടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. അടിച്ചിട്ട് ഇവിടുന്ന് പോത്തുള്ള രീതിയിൽ. ഇതേ സമയത്ത് തന്നെ ഒരു ഹാഷറെ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു കല്ലെടുത്തിട്ട് നമ്മുടെ താൻജിറോയുടെ തലയിലോട്ട് ഒറ്റ എറിയുവാണ്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ താൻജിറോയുടെ ബോധം പോവുകയാണ്. ആ എറിഞ്ഞ ഹാഷറയാണ് എൻ്റെ ഒരു ഫേവറേറ്റർ ആയിട്ടുള്ള ഒരു ഹാഷർ തന്നെയാണ്. ഈ ഹാഷറെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇത് വലിയൊരു സ്പോയിലറായിട്ട് തന്നെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോനെ കൊണ്ടുപോകാൻ വന്ന 2 ഡീമൺ സ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മുടെ മാസ്റ്ററിനോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം, ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ പിങ്ക് മുടിയുള്ള ഹാഷറെ ആണെങ്കിൽ നമ്മുടെ മറ്റേ ഹാഷറ ചെറിയ കല്ല് ഉപയോഗിച്ച് തന്നെ ഇവനെ കൊന്ന് അടിച്ചിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനെ സൈറ്റ് അടിച്ച് കാണിക്കുകയാണ്. അങ്ങനെ താൻജിറോയെ കൊണ്ട് ആ 2 ഡീമൺ സ്ലേയേഴ്സും അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മാസ്റ്റർ ആ കുട്ടികളോട് പറയുകയാണ്, ലേഡി തമ്മോയ്ക്ക് വേണ്ടി നമ്മളൊരു കത്ത് എഴുതിയിട്ടില്ലായിരുന്നോ, ആ കത്തിനകത്തിൽ എനിക്ക് അവരെ എത്ര വേഗം കാണണമെന്നും കൂടെ ഒന്ന് എഴുതിയേക്കണം എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോ ചിന്തിക്കുവാണ്, മാസ്റ്ററിന് എങ്ങനെ ലേഡി തമ്മയെ അറിയാം, എനിക്ക് എത്ര വേഗം മാസ്റ്ററിനോട് സംസാരിക്കണമെന്നൊക്കെ ആ ഡീമൺ സ്ലേയേഴ്സിനോട് പറയുകയാണ്. പക്ഷേ ആ ഡീമൺ സ്ലേയേഴ്സ് ഒന്നും കേൾക്കത്തില്ല. അത് ഹാഷറയുടെ മീറ്റിംഗ് ആണ്, അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് കയറിയ വല്ലതും പോയാലുണ്ടല്ലോ ആ ഹാഷറ ചിലപ്പോൾ നമ്മളെ കൊന്നു കളയുമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവൻ്റെ മോന്തയ്ക്കൊക്കെ ഓരോന്നൊക്കെ പിടിച്ച് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ സ്ലേയേഴ്സ്. അങ്ങനെ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് അവരെല്ലാവരും വരികയാണ്. അവിടെങ്ങും ആദ്യം ഒന്നും കാണുന്നില്ല. അതുമാത്രമല്ല, ബട്ടർഫ്ലൈ ഹൗസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീമൺ സ്ലേ ഹെഡ് ക്വാർട്ടേഴ്സിനെ കാട്ടി വളരെയധികം വലുതാണ് ബട്ടർഫ്ലൈ ഹൗസ്. അവിടെങ്ങും ആരുമില്ല. പക്ഷേ അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാടധികം ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം. നോക്കുന്ന സമയത്ത് അവിടെ ഒരാൾ നിപ്പുണ്ട്. അതാരാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജിറോയ്ക്ക് ഇവിടെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് നമുക്ക് താൻജിറോയ്ക്ക് മനസ്സിലാവുന്നത് ഇവളും മറ്റേ ഡീമൺ സ്ലേയർ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു, അവൾ ഇവിടെ ജയിച്ചിട്ടും ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ താൻജിറോയ്ക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഇവളെ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജിറോയ്ക്ക് അറിയത്തില്ലല്ലോ ഇവളും നെസ്കോനെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത് നമ്മുടെ താൻജിറോയ്ക്ക് ഓർമ്മ വരുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ ആണെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട ആ ഡീമൺ സ്ലേയർ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവളാണെങ്കിൽ നമ്മുടെ ഷിൻബുവിൻ്റെ ഇന്ന് ട്രെയിനിങ് കിട്ടിയ ഒരു ഡീമൺ സ്ലേയർ ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പെൺകുട്ടിയുടെ പേരാണ് കാന ടഷൂരി, നമുക്ക് ടഷൂരി എന്ന് വിളിക്കാം. നമ്മുടെ ടഷൂരിയോട് ആ ഡീമൺ സ്ലെയർ ചോദിക്കുകയാണ്, നമ്മുടെ ഷിനുവു പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇയാളെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഷിനുവു പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുവാദവും കൂടെ എനിക്ക് വേണമെന്ന് പറയുകയാണ് ആ ഡീമൺ സ്ലെയർ നമ്മുടെ തശൂരി. നമ്മുടെ തശൂരി ചുമ്മാ ഇങ്ങനെ ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ 3 ഡീമൺ സ്ലേയേഴ്സിന് മനസ്സിലാവുന്നില്ല. ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തശൂരി. നോക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് അറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി വരുന്നത്. നോക്കുന്ന സമയത്ത് അവർ 3 പേരെ അങ്ങ് പേടിച്ചു പോവുകയാണ്. ആ സൗണ്ട് പുറകിലോട്ട് എന്തുവാന്ന് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അതൊരു നേഴ്സാണ്. ഇതും നമ്മുടെ ഷിനുവുവിന്റെ ഒരു അസിസ്റ്റന്റ് ആണെന്ന്. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ആ നേഴ്സ് പറയുന്നു എന്റെ കൂടെ വരാനെന്ന് പറഞ്ഞ് അവർ 3 പേരും അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഈ മരുന്ന് കുടിക്കത്തില്ല, ഞാൻ ചത്താൽ ഈ മരുന്ന് കുടിക്കത്തില്ല, ഈ വൃത്തികെട്ട മരുന്ന് ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചുവിന്റെ ദേഹത്തുള്ള വിഷമൊക്കെ മാറാൻ വേണ്ടി ഒരു മരുന്നാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ആ മരുന്നിന് ഭയങ്കര കയ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെനിച്ചു പറയുകയാണ് ഞാൻ ചത്താലും കുഴപ്പമില്ല, എനിക്ക് ഈ കയ്പ് വന്നാൽ മരുന്ന് കുടിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് താൻജിറോ വരുന്നത്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ സെനിച്ചു അതുപോലെ നമ്മുടെ താൻജിറോയും ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ ആ നേഴ്സ് അവിടെ ചെന്നിട്ട് നമ്മുടെ സെനിച്ചിനോട് പറയുകയാണ് നീ മര്യാദയ്ക്ക് ആ മരുന്ന് എടുത്ത് കുടിച്ചോ, അല്ലെങ്കിൽ നിന്നെ ചാന്തി ഞാൻ അടിച്ച് പൊട്ടിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നേഴ്സ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജിറോ സെനിച്ചിനോട് ചോദിക്കുവാണ് നീയും എന്നെ രക്ഷിക്കാൻ വേണ്ടി ആ മലമുകളിലോട്ട് വന്നായിരുന്നു എന്ന്. അതേ സമയത്ത് തന്നെ നമ്മുടെ സെനിച്ച് പറയുകയാണ് നമ്മുടെ താൻജിറോനെ കണ്ടതുകൊണ്ട് തന്നെയാണ് താൻജിറോട് പറയുകയാണ് താൻജിറോ ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയെന്ന്, ഞാനും ആ മലമുകളിലൊക്കെ വന്നായിരുന്നു, പക്ഷെ നീ എന്നെ രക്ഷിക്കാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിച്ചു. നോക്കുന്ന സമയത്ത് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ സെനിച്ചുവിനെ ആ ചിലന്തി കടിച്ചത് കൊണ്ട് തന്നെയല്ല, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ സെനിച്ചുവിന്റെ നീളമൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെനിച്ചു കുറച്ചാൾ
അവിടെ റെസ്റ്റ് എടുത്ത് ആ മരുന്നൊക്കെ കുടിച്ചാൽ മാത്രമേ ഇനി തിരിച്ചുള്ള ഉയരം കിട്ടത്തുള്ളൂ. നോക്കുന്ന സമയത്ത് അപ്പുറത്തെ കട്ടിലേൽ നമ്മുടെ ഇനോസ്കി കിടക്കുന്നതും കാണും. ഇനോസ്കിയെ കണ്ടുടനെ തന്നെ നമ്മുടെ താൻചറോ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാണ്. എടാ ഇനോസ്കി, എനിക്ക് വരാൻ പറ്റിയില്ലടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ ഞാൻ വരാമെന്ന്, പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ലടാ, എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻചറോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇനോസ്കി പറയുവാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. നോക്കുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗണ്ട് ആയിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻചറോ ചോദിക്കുവാണ്, എന്തുവാണ് ഇങ്ങനെ ഈ സൗണ്ട് ഇരിക്കുന്നത് എന്ന്. അതേ സമയത്ത് തന്നെ പറയുകയാണ്, ഏതോ ഒരു ഡീമൻ ഇവന്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവന്റെ സൗണ്ട് വളരെ രീതിയിൽ വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇവനെ അവിടുന്ന് കൊണ്ടുവന്നപ്പോൾ തൊട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു തോൽവിയാണ്, ഞാനൊരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജെനിറ്റ്സു ഉണ്ടല്ലോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെനിറ്റ്സു ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ താൻചറോ ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജെനിറ്റ്സു അവനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എടാ ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി പറയാണ്, എടാ താൻചറോ എന്നോട് ക്ഷമിക്കടാ, ഞാൻ വളരെയധികം വീക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഡീമനെ കൊല്ലാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്ന പോലെ നമ്മുടെ ഇനോസ്കി താൻചറോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻചറോ ചോദിക്കുവാണ്, നീ എന്തിനാണ് ഞങ്ങളോട് മാപ്പ് പറയുന്നത്? ഞാനല്ല നിന്നോട് മാപ്പ് പറയേണ്ടത്, നിന്നെയല്ല ഞാനല്ലേ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻചറോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, നീയാണ് പവർഫുൾ, നീയാണ് അടിപൊളി, നീയാണ് ഞങ്ങളുടെ വിത്തിൽ തന്നെ ഏറ്റവും പവറുള്ള ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ജെനിറ്റ്സു. അങ്ങനെ അവരെല്ലാവരും ഉറങ്ങുകയാണ്. പക്ഷെ നമ്മുടെ താൻചറോ മാത്രം ഉറങ്ങുന്നില്ല. നമ്മുടെ താൻചറോ ആണെങ്കിൽ ചിന്തിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും മരിച്ചൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ താൻചറോ. നോക്കുന്ന സമയത്ത് സമയം ഇപ്പോൾ രാത്രിയാവാറായി. നമ്മുടെ നെസ്കോനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ താൻചറോ സൂര്യവട്ടമൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ആ കർട്ടനൊക്കെ ഇട്ടിട്ട് നമ്മുടെ താൻചറോ നെസ്കോനെ വിളിക്കുവാണ്. നെസ്കോ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ നെസ്കോ വെളിയിലോട്ട് ഇറങ്ങി വരുവാണ്. വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ താൻചറോ നന്ദി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം മറ്റേ റൂയി ഡീമനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ നെസ്കോ നമ്മുടെ താൻചറോനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ബ്രെഡ് ഡീമൻ ആർട്ട് വെച്ച് നമ്മുടെ താൻചറോനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് മാസ്റ്റർ ഉറോക്കോടാക്കിയാനും അതുപോലെ തന്നെ നമ്മുടെ ജിയോനോട് നമുക്ക് താങ്ക്സ് ഒക്കെ പറയണം. കാരണം അവർ വലിയ റിസ്കുകളൊക്കെയാണ് എടുത്തിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താങ്ക്സ്. അതുമാത്രമല്ല എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ 1260 മെമ്പേഴ്സും അതുപോലെ തന്നെ മൂസാനെയൊക്കെ കൊല്ലണമെങ്കിൽ തന്നെ എനിക്ക് അത്യാവശ്യം പവേഴ്സ് ഒക്കെ വേണം. അതുമാത്രമല്ല മാസ്റ്റർ സംസാരിക്കുമ്പോൾ എന്നോട് വേറെ ആരാണ്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുവാണ്. അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ ആരാന്ന് എനിക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താങ്ക്സ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നെസ്കോ കേൾക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നെസ്കോയ്ക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് ഒക്കെ പറ്റിയത് കൊണ്ട് തന്നെയാൽ ആ പെട്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നെസ്കോ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻചറോ വിചാരിക്കുകയാണ്, ഇവർക്ക് ഒരുപാടധികം ഇഞ്ചുറീസ് ഒക്കെ പറ്റിയതല്ലേ, അതുകൊണ്ട് തന്നെ ഇവൾ ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെന്ന് പറയുകയാണ് നമ്മുടെ താൻചറോ. നീ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി നീ എപ്പോൾ എഴുന്നേക്കുവാണെങ്കിലും ഞാൻ നിന്നോട് സംസാരിച്ചിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ ഞാൻ എത്രയും വേഗം തിരിച്ച് ഞാനൊരു ഹ്യൂമനാക്കി മാറ്റിയിരിക്കും. അഥവാ മാറ്റിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു അപ്പച്ചനൊക്കെ ആവാൻ വരും. നീ ജീവിച്ചിരിക്കും, അന്നേരം നീ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്നെ എത്ര വേഗം ഞാൻ തിരിച്ചൊരു ഹ്യൂമൻ ആക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നെസ്കോയ്ക്ക് വാക്ക് കൊടുക്കുവാണ് നമ്മുടെ താൻചറോ. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഹാഷ്റാസ് എല്ലാം കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മെയിനായിട്ട് അവർ നോക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ആ മലയുടെ മണ്ടയ്ക്ക് നടന്ന ഫൈറ്റിനെ കുറിച്ചാണ്. അവിടെ ഒരുപാടധികം ഡീമൺ സ്ലേയേഴ്സിന്റെ ജീവനൊക്കെ പോയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ താൻചറോ അടിച്ചിട്ട് ആ ഹാഷ്റ പറയുകയാണ്, ഇപ്പം വരുന്ന സ്റ്റുഡൻസ് ഒന്നും അത്രയ്ക്ക് നല്ല സ്റ്റുഡൻസ് ഒന്നുമല്ല, അവർക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാതൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവരെയൊക്കെ ആരാണോ ട്രെയിൻ ചെയ്ത് വിടുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ ആ കല്ലൊക്കെ വെച്ച് ഹാഷ്റ പറയുകയാണ്, നീ ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലുണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ട ആ താൻചറോ എന്ന് പറഞ്ഞ പയ്യനെ ഉൾപ്പെടുത്തണ്ട, അവൻ വേറൊരാളാണ്, അവനൊരു വ്യത്യസ്തനാണെന്നൊക്കെ പറഞ്ഞ സമയം തന്നെ ഷിനിമു പറയുകയാണ്, മനുഷ്യരൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ വളരെയധികം കുറവാണ്, നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ഡീമൺ സ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ നമുക്ക് ഡീമൺസിനെ ഒന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ ഷിനിമു പറയുകയാണ്. ഓരോരോ ഹാഷ്റാസ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മാസ്റ്റർ പറയുകയാണ്, ഇതിനെല്ലാത്തിനും കാരണം ആ മൂസാൻ കിബിക്സുജിയാണ്. ആ മൂസാൻ ഒറ്റൊരുത്തം കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി വേറൊരു സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. അവൻ എവിടേക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് പോലും ഊഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടും ആ മൂസാനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ കൂടെ ഉള്ളത്. സൗണ്ട് ഹാഷ്റ, ടെങ്കൻ യൂസി, ഫയർ ഹാഷ്റ, കിയോറിംഗോ, പോയിസൺ ഹാഷ്റ, ഷിനോബോ കുച്ചോ, ലവ് ഹാഷ്റ, മിത്സൂരി, മിൻഡ് ഹാഷ്റ, മുച്ചിറോ തോക്കിത്തോ, സ്റ്റോൺ ഹാഷ്റ, ജിയോമി ഹിമോജിബ, വിൻ ഹാഷ്റ, സ്റ്റാനിമി, സർപ്പ ഹാഷ്റ, ഒബനായി, വാട്ടർ ഹാഷ്റ, ജിയോമി തോക്കിത്തോ. അങ്ങനെ അവർ 9 പേരെ കുറിച്ചും അങ്ങ് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മാസ്റ്റർ പറയുകയാണ്, നിങ്ങൾ 9 പേരുമായിരിക്കും മൂസാനുമായിട്ട് എതിർത്ത് നിൽക്കാൻ പോകുന്നത്. അതുമാത്രമല്ല നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും. അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ മേലിൽ എനിക്ക്, അത് നിങ്ങളായിട്ട് കളയാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ പിരിച്ചു വിടുകയാണ്. അങ്ങനെ മാസ്റ്റർ ഒരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹേ മൂസാൻ കിബിക്സുജി, നിന്റെ അദ്ദേഹം കുറിക്കാൻ പോവുകയാണ്.
പോവുകയാണ്. ഇനി കുറച്ച് നാളും കൂടെ മാത്രമേ നീ ഇനി ജീവിച്ചിരിക്കത്തുള്ളൂ. അതിനുള്ളിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് നിന്നെ അങ്ങ് തട്ടും എന്ന് പറയുകയാണ് മാസ്റ്റർ. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1-ന്റെ അതിലെ 23-ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ എനിക്കിനി തോന്നുന്നു ഇനി വെറും 4 എപ്പിസോഡ്സ് മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. സോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി 2 സീസൺസും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാഷ്ര ട്രെയിനിങ് ആർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ ഞാൻ അത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഞാനിപ്പോൾ നറൂട്ടോ എപ്പിസോഡ്സും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം പ്രീമിയം ആയിട്ടായിരിക്കും എപ്പിസോഡ്സ് വരാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.